ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, SLCയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പബ്ലിക് എക്സാം ആണ് SLC. പക്ഷെ പേടിക്കൊന്നും വേണ്ട, വലിയ മലമറിച്ച സംഭവമൊന്നുമല്ല. അതിൽ ആദ്യത്തെ എക്സാം ഏതാ? IT എക്സാമിനെ എങ്ങനെ നേരിടാം, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എന്തൊക്കെ ട്രിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നൊക്കെ ഈ വീഡിയോയിൽ മുഴുവനായിട്ടും പറഞ്ഞു തരും. ഫുള്ള് കാണുക. പിന്നെ എല്ലാവരും ഒരു വിചാരമാണ് IT എക്സാം വളരെ ഈസിയാണ്, ആർക്കും A+ കിട്ടും. കയ്യും വീശി പോകുന്നവനായിക്കോട്ടെ, പഠിച്ചവനായിക്കോട്ടെ, വെറുതെ പോകുന്നവനായിക്കോട്ടെ, അറ്റൻഡ് ചെയ്യുന്നവനായിക്കോട്ടെ, ആർക്കും A+ കിട്ടും. അതൊരു മിഥ്യാധാരണ മാത്രമാണ്. കാരണം കുറച്ചൊക്കെ പഠിച്ചാൽ A+ ഒക്കെ കിട്ടും. അത് ഭയങ്കര സിമ്പിളാണ്. സോ നമ്മൾ ഇന്ന് ഏത് എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? അതിന്റെ പാറ്റേൺ എന്താ, എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്, എന്തൊക്കെയാ മാർക്കിംഗ് സ്കീം. സോ ആദ്യം തന്നെ നമുക്ക് അതൊന്നും നോക്കി നോക്കാം. സോ ഇതാണ് പാറ്റേൺ. ആകെ എത്ര മാർക്കിന്? 50 മാർക്കിനായിരിക്കും എക്സാം. അതിൽ C മാർക്ക് 10, റെക്കോർഡ് 2. ഇതിൽ C മാർക്ക് 10 ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും കിട്ടും. 10 കിട്ടിയില്ലെങ്കിൽ പോട്ടും, 9 കിട്ടിയിട്ടുണ്ടാവും. പിന്നെ റെക്കോർഡിന്റെ 2 മാർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് 12 മാർക്ക് നമ്മളെ ബാഗിൽ തന്നെ ആയി. ബാക്കി എത്ര മാർക്കേ വേണ്ടു? തിയറിക്ക് ഒരു 10 മാർക്കുണ്ട്, പ്രാക്ടിക്കലിന് 28. പ്രാക്ടിക്കലിന് 28ഉം ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും. കാരണം എന്താ, ആകെ എന്താ പഠിക്കാനുള്ളത്? സിൻവിക് സ്റ്റുഡിയോ, പിന്നെ നമ്മളെ SVG ആ ചിത്രം ഉണ്ടാക്കുന്നത്, പിന്നെ QGIS, പിന്നെ മാപ്പ്, പിന്നെ ഡാറ്റാബേസ്, പിന്നെ വെബ് ഡിസൈൻ, പിന്നെ ലിബർ ഓഫീസ്, അങ്ങനെ കുറച്ചൊരു സെക്ഷൻ ഇല്ലേ, ആ ഒരു 8 സെക്ഷനോ മറ്റുണ്ട് പ്രാക്ടിക്കലിന് വരുന്നത്. ആ പ്രാക്ടിക്കലിൽ നിന്ന് ഓരോരോ ക്വസ്റ്റ്യൻ വീതം. അത് യൂട്യൂബ് ചാനൽ വേറെ എക്സാം വിന്നർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, ബാക്കി കുറെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പ്രാക്ടിക്കൽസ് ചെയ്തു വെച്ച വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. ഇനി ആരും പേടിക്കൊന്നും വേണ്ട, ഭഗവാനെ കമ്പ്യൂട്ടർ എനിക്ക് ഓണാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഞാൻ തൊട്ടാ പൊട്ടിപ്പോവോ, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. ഓൾമോസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കുക. എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നത്, എന്തൊക്കെയാ ഫയൽസാ വേണ്ടത്, എങ്ങനെയൊക്കെ അതിന്റെ ടൂൾസ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ ആ പ്രാക്ടിക്കലിന്റെ 28 മാർക്ക് കിട്ടും. പക്ഷെ പ്രശ്നം പറ്റുന്നത് എവിടെയാ വെച്ചാൽ തിയറി നല്ല ഇമ്പോർട്ടന്റ് ആണ്. കാരണം പഠിക്കാതെ പോയാൽ തിയറി ചിലപ്പോൾ കിട്ടൂല. കുറച്ചേ സാധനം പഠിക്കാനുള്ളൂ, അതൊക്കെ ഒന്ന് നോക്കി പോയാൽ, കണക്റ്റഡ് ആക്കി പഠിച്ചാൽ ആ തിയറിയിലുള്ള 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 9-8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. SLC പബ്ലിക് എക്സാമിന് ചോദിച്ചതും മോഡലിന് ചോദിച്ചതും. ആദ്യം നമുക്ക് പഠിക്കാനുള്ള കുറച്ച് അച്ഛന്മാരെ നമ്മൾ പഠിക്കണം, നമ്മൾ ഗോഡ് ഫാദറിനെ പോലെ. അതായത് WWW അതിന്റെ ഫാദർ ആരാ? ടിം ബേണേഴ്സ് ലീ. സിൻഫിക് സ്റ്റുഡിയോ അതിന്റെ ഫാദർ ആരാ? റോബർട്ട് ക്വാട്ടിൽബാം. ഇങ്ങനത്തെ ഒരാള്. ഇങ്ങനത്തെ ചിലപ്പോൾ 4 ഓപ്ഷനിൽ ഉണ്ടാവുക. 2 ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസാ. ചിലത് 1 മാത്രം ക്ലിക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചിലത് 2 ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. ഓപ്പൺ സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയറിന്റെ പിതാവാര? റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ, RMS. അങ്ങനെ ഒന്ന് ഷോർട്ട് ഫോം ആക്കി പഠിച്ചോ. ഒരു താടിയിൽ നീട്ടി വളർത്തിയിട്ടുള്ള ഒരാളാണ് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. പിന്നെ കമ്പ്യൂട്ടറിന്റെ ഫാദർ ആരാ? ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചത് എന്താ? അനലിറ്റിക്കൽ എഞ്ചിൻ. അങ്ങനെ ഒന്ന് പഠിക്കുക, അത് കണക്റ്റഡ് ആക്കി മറ്റൊന്ന് പഠിക്കുക. ബാക്കിയുള്ള കുറെ അച്ഛന്മാരെല്ലാം ഉണ്ട്, അത് ഞാൻ യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അവിടെ നിങ്ങൾ നോക്കി പഠിച്ചോ. അടുത്തതാണ് നീട്ടി വിളിക്കല്. കുറെ ഫുൾ ഫോം ഉണ്ട്, ആ ഫുൾ ഫോം ഒന്ന് പഠിച്ചു പോകാം. എന്താണ് IP? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP വേർഷൻ 4 ഉണ്ട്, വേർഷൻ 6 ഉണ്ട്. വേർഷൻ 4 എത്ര? 32 ബിറ്റ്, 32 ബിറ്റാണ്. മറ്റേ വേറെ വീഡിയോ ഒന്നല്ല, തുണ്ടോ അങ്ങനത്തെ സാധനം ഒന്നല്ല, ബിറ്റ്. IP വേർഷൻ 6 128 ബിറ്റ്. അപ്പൊ നമ്മങ്ങനെ കണക്റ്റഡ് ആക്കി പഠിച്ചു. അടുത്തത് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? വെബ് ഡിസൈനിൽ. WWW അതിന്റെ ഫാദർ ടിം ബേണേഴ്സ് ലീ, വേൾഡ് വൈഡ് വെബ്. ഇനി PDF, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, നമുക്കെല്ലാം അറിയുന്നില്ല PDF. പിന്നെ H1 അതായത് ഹെഡിങ് 1. H1 ഉണ്ട്, H2, H3, H4, H5, H6. ഇതിൽ H1 ആണ് ഏറ്റവും വലുത്, H6 ഏറ്റവും ചെറുത്. DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അത് യൂണിഫോം വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. പിന്നെ വാനും ഉണ്ട്, ലാനും ഉണ്ട്. ലാൻ എന്ന് വെച്ചാൽ എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മൾ ചെറിയൊരു ക്ലാസ് അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്ക് ഇതാക്കലാണ് ലാന്. വാനോ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വലിയ ഭൂഖണ്ഡം, രാജ്യങ്ങൾ, അതൊക്കെ കണക്റ്റഡ് ആക്കുന്നതാണ് വാന്. ഇനി SVG, സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. മറ്റേത് PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഓക്കെ. ഇനി HTTP അതായത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ എടുക്കുമ്പോൾ അവിടെ മീത്ത് ഒരു ലോക്കിന്റെ ചിഹ്നം കാണില്ല, അവിടെ നിങ്ങൾ നോക്കിനാ URL എല്ലാം എടുത്ത് നോക്കുമ്പോൾ അതാണ് HTTP പ്രോട്ടോകോൾ എന്ന് വെച്ച്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതേപോലെ തന്നെ HTML ഉണ്ട് ഇവിടെ. അതെന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്.
പിന്നെ RJ, അതായത് രജിസ്റ്റേർഡ് ജാക്ക്. RJ രണ്ട് ടൈപ്പ് ഉണ്ട്, RJ45 ഉണ്ട്, RJ11 ഉണ്ട്. RJ45 കമ്പ്യൂട്ടറിന്, RJ11 ടെലിഫോണിന്. അങ്ങനെ ഒന്ന് കണക്ട് ആക്കി കുറിച്ച UTP, അതായത് കുറെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞിട്ടുള്ള കേബിളെല്ലാം ഇടാം. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. നിങ്ങൾ ഒന്ന് പേടിക്കണ്ട, ഇതിന്റെ എല്ലാം ഫുൾ ഫോം ഞാൻ യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അവിടെ നിങ്ങൾ നോക്കി പഠിച്ചോ. അടുത്തത് ക്യൂജിസ്. ക്യൂജിസിന്റെ ഫുൾ ഫോം ക്വാണ്ടം ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ക്വാണ്ടം അല്ല, ക്വാണ്ടം ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അടുത്തത് PNG, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഇനിയും കുറച്ച് ഫുൾ ഫോം ഒക്കെ ഉണ്ട്, ഞാൻ യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഇത് രണ്ട് സെക്ഷൻ ഒന്ന് പഠിക്കാം. കുറച്ച് നീട്ടി വിളിക്കുന്ന പേരും കുറച്ച് അച്ഛന്മാരുടെ പേരെല്ലാം പഠിച്ചാൽ ആ ഒരു സെക്ഷനായി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം അല്ലെ. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? WWയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. WWന്റെ ഉപജ്ഞാതാവ് ടിം ബേണേഴ്സ്-ലീ, അത് നമ്മൾ നേരത്തെ പഠിച്ചു. HTTP ഫയൽ കൈമാറ്റ സങ്കേതം ഉപയോഗിച്ചാണ് WWW പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് രണ്ടാണ് ശരി. ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഓൺലൈൻ ഭൂപട സംവിധാനം ഏതൊക്കെയാണ്? ഓപ്പൺ സ്ട്രീറ്റ് മാപ്പും വിക്കിമാപ്പിയും. ഇത് രണ്ടാണ് ഉത്തരം. ലിബർ ഓഫീസ് റൈറ്റർ ഡോക്യുമെന്റിൽ ടേബിൾസ് ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ തെറ്റായ പ്രസ്താവന. തെറ്റായത് ഡോക്യുമെന്റ് ഏത് ഭാഷയിലായാലും ഉള്ളടക്ക പട്ടിക മലയാളത്തിൽ ലഭിക്കുന്നു. ഡോക്യുമെന്റ് ഏത് ഭാഷയിലായാലും ഉള്ളടക്കപ്പെട്ട ഇഷ്ടമുള്ള ഭാഷയിൽ ക്രമീകരിക്കാം. ഓക്കെ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് സാധാരണയായി UTP കേബിളുകൾ ഉപയോഗിക്കുന്നു. എന്താണ് UTP? നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ ഫുൾ ഫോം ഓടിക്കണമെന്ന്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ. നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നേരെ നോക്കിയിട്ടാണ്, ആരും വെപ്രാളൊന്നും കാണിക്കണ്ട. ഫസ്റ്റ് കണ്ട ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അവിടെ പോയി ഇനി വെളിച്ചപ്പാടില് വർക്കൊന്നും വേണ്ട. സാവധാനം ചെയ്താൽ മതി. പൈത്തണിന്റെ പ്രോഗ്രാം എന്തായാലും പഠിച്ചിരിക്കണം. ഒരു വെബ് പേജ് തയ്യാറാക്കുന്നതിനായി നിർമ്മിച്ച കാസ്കേഡിംഗ് സ്റ്റൈലുകളാണ് ചിത്രത്തിലുള്ളത്. ഈ സ്റ്റൈലുകൾ വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ തലക്കെട്ടുകൾക്ക് ലഭിക്കുന്ന അക്ഷരരൂപം ഏത്? സ്റ്റൈൽ ഉണ്ട്, H1 ഉണ്ട്, ബിറ്റ് സ്ട്രീം ക്യാരക്ടർ ഉണ്ട്, കളർ ബ്ലൂ ആണ്, ഫോണ്ട് ഫാമിലി. കളറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, COLOR. ചിലപ്പോൾ കോഡിങ്ങിൽ തെറ്റ് വരും. ഇംഗ്ലീഷിലെ കളറിൽ U ഉണ്ട്, പൈത്തണിലെ കളറിന് U ഇല്ല. ഫോണ്ട് ഫാമിലി വെർദാന, കളർ ഗ്രീൻ. സോ ഇതിന്റെ ഉത്തരം എന്താ? തലക്കെട്ടുകൾക്ക് ലഭിക്കുന്ന അക്ഷരരൂപം ബിറ്റ് സ്ട്രീം ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ സ്റ്റൈലുകൾ നിർവചിക്കുന്ന കോഡുകളുടെ ആവർത്തനം ഒഴിവാക്കുന്നതിനായി ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേരെന്ത്? CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. നെറ്റ്വർക്ക് സ്വിച്ചിന് ഹബിൽ നിന്നുള്ള വ്യത്യാസം എന്ത്? നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടറിലെ വിവരം എത്തിക്കേണ്ട കമ്പ്യൂട്ടറിലേക്ക് മാത്രം അയക്കുന്നു. അതാണ് സ്വിച്ചിന് ഹബിൽ നിന്നുള്ള വ്യത്യാസം. ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹബിന് പകരം ഉപയോഗിക്കുന്ന ഡിവൈസ് ഏത്? അപ്പൊ സ്വിച്ച്. ഓക്കെ. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന ടെക്സ്റ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുന്നതിന് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഏത് സംഗതി ഉപയോഗിക്കാം? ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്. ഇങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിലിടാം. ഇങ്ക്സ്കേപ്പ്, അതേപോലെ സിൻഫിക് സ്റ്റുഡിയോ. അതിലത്തെ ടൂൾസിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം നിങ്ങൾക്ക് വേണം. ഒരു ടൂൾ കണ്ടാൽ അത് ഏത് ടൂളാണെന്ന്, മൂവിങ് ടൂളാണോ, സെലക്ഷൻ ടൂളാണോ, അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ. അതാ ലിബർ ഓഫീസ് റൈറ്ററിലുള്ള ഒരു ടൂളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേര് ക്ലോൺ ഫോർമാറ്റിംഗ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് സ്വതന്ത്ര ദ്വിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. ഏതല്ല? പെൻസിൽ ആൻഡ് സിൻഫിക് സ്റ്റുഡിയോ. ഏതെല്ലാമാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? ഒറാക്കിൾ, MySQL. പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ സംബന്ധിച്ച് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? യൂണിക്സ് ആദ്യമായി തയ്യാറാക്കിയത് ബെൽ ലബോറട്ടറീസ് എന്ന കമ്പനിയാണ്. ശരിയാണ്, യൂണിക്സ്. മാക് OS പുറത്തിറക്കുന്നത് ആപ്പിൾ കോർപ്പറേഷൻ ആണ്. അതായത് ആപ്പിൾ മാക്. GNU ലിനക്സ് തയ്യാറാക്കിയ മൈക്രോസോഫ്റ്റ് ആണ്. അല്ല, GNU ലിനക്സ് ഫ്രീ ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമൻ, നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അല്ലെ. പൈത്തൺ ഭാഷ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ തയ്യാറാക്കാനും അവ പ്രവർത്തിപ്പിക്കാനും സഹായിക്കുന്ന IDE ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജീനിയാണ് അല്ല, നമ്മൾ കോഡിൽ എഴുതുന്നത്. ജിംബ് മറ്റേ ചിത്രത്തിന്റെയാണ്. ലിബർ ഓഫീസും മറ്റേ സിൻഫിക് ആനിമേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ജീനി ആ മറ്റേ ഒരു കപ്പ് പോലത്തെ ഒരു ജഗ് പോലത്തെ ഒരു സംഭവം അതന്നെയല്ലേ? പണ്ട് പഠിച്ചതാ.
പൈത്തണിന്റെ ഗ്രാഫിക്സ്. ഈ പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ എത്ര സമചതുരം ലഭിക്കും? അതായത് 4i in range 6 കണ്ട എത്ര സമചതുരങ്ങൾ ലഭിക്കും? 6 കിട്ടും. ഇവിടെ നോക്കോ, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ബിഗിൻ ഫില്ല് എവിടെയുണ്ടോ അവിടെ എന്തായാലും എൻഡ് ഫില്ല് വേണം. ബിഗിൻ ഫില്ല് എവിടെയുണ്ടോ അവിടെ എൻഡ് ഫില്ല് വേണം. ഇവിടെ 2 ലൂപ്പ് ഉണ്ട്. 4i in range 6 ഉണ്ട്, j in range 4 ഉണ്ട്. ഈ 4ൽ സമചതുരങ്ങൾ കിട്ടും. ഇവിടെ എത്ര എണ്ണം വേണമെന്ന് കിട്ടും. ഓക്കെ, അത് തെറ്റിപ്പോകരുത് കേട്ടോ. പിന്നെ കളർ ബ്ലൂ റെഡ്, അതിൽ ബ്ലൂ ആയിരിക്കും ബോർഡർ, റെഡ് ആയിരിക്കും ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഏതൊരു പൈത്തൺ ഗ്രാഫിക്സ് കോഡ് എഴുതുമ്പോഴും ഈ ഒരു ലൈൻ ഫസ്റ്റ് വരും, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ പഠിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും സ്റ്റാർ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട്, ഫ്രം സ്റ്റാർ ടർട്ടിൽ ഇമ്പോർട്ട്, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അപ്പോൾ ഏതാ ശരി? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ചുവടെ തന്നിരിക്കുന്നതിൽ വെക്ടർ ഇമേജ് ഫയൽ ഫോർമാറ്റ് ചെയ്ത് SVG ആണ് വെക്ടർ ഇമേജ്. ലിബർ ഓഫീസ് ബേസിൽ തയ്യാറാക്കിയ ഫോം ഉപയോഗിച്ച് ഡാറ്റ എൻട്രി നടത്തുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഫോം തുറന്ന് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ശരിയാണ്. ചിത്രത്തിന്റെ ഫീൽഡിൽ ക്ലിക്ക് ചെയ്താൽ ചിത്രം തിരഞ്ഞെടുക്കാം. തെറ്റ്. ചിത്രത്തിന്റെ ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ചിത്രം തിരഞ്ഞെടുക്കാം. ശരി. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കോ. സമയം കുറവായതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പ് പോളിഗൺ ആയി പുതിയ പാളി നിർമ്മിച്ചു. ഈ പാളിയിൽ അടയാളപ്പെടുത്തുന്ന 2 വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. കായലുകളും വയലുകളും രേഖപ്പെടുത്താം. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഡോക്യുമെന്റിലെ ഒരു പദത്തിന് നൽകിയിട്ടുള്ള ഫോർമാറ്റുകൾ അതേപടി മറ്റ് പദങ്ങൾക്ക് നൽകാനുള്ള എളുപ്പവഴി താഴെ പറയുന്നവയിൽ ഏതാണ്? ക്ലോൺ ഫോർമാറ്റിംഗ്. ഒരുപോലെയുള്ള സാധനം ഉണ്ടാക്കാൻ, ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഉണ്ടാക്കാൻ. സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ ഫയൽ റെൻഡറിംഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ജിഫ് ഫോർമാറ്റിലേക്ക് റെൻഡർ ചെയ്യാൻ കഴിയും. ശരിയാണ്. റെൻഡർ ചെയ്യുമ്പോൾ FPS തിരഞ്ഞെടുക്കാൻ കഴിയും. FPS ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഓക്കെ, സാധാരണ FPS 24 ആണ് വരിക. അതൊന്നും മനസ്സിലോർമ്മിച്ച് വെച്ചോ. 24. ഈ ചിത്രം തയ്യാറാക്കുന്നതിന് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കാവുന്ന ടൂളുകൾ ഏതൊക്കെ? ഇതെന്താ രൂപം? സർക്കിൾ. അപ്പൊ സർക്കിൾ ടൂൾ എന്തായാലും വേണം. പിന്നെ ഗ്രേഡിയന്റ് കണ്ട, അതിന്റെ ഒരു ഒപ്പാസിറ്റി കുറഞ്ഞു വരുന്ന കണ്ട, ഗാഠത കുറഞ്ഞു വരുന്ന കണ്ട. അപ്പോൾ ഗ്രേഡിയന്റ് ടൂളും വേണം. ഓക്കെ, ഇനി ആരെങ്കിലും പോയിട്ട് റെക്ടാങ്കിൾ ടൂൾ എന്നെല്ലാം ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളാണ്. ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ SVG ചിത്രങ്ങളാണ്? അല്ല, വെക്ടർ ചിത്രങ്ങളാണ് SVG. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ലൈബ്രറിക്ക് വേണ്ടി ലിബർ ഓഫീസ് ബേസിൽ തയ്യാറാക്കുന്ന ഡാറ്റാബേസ് പട്ടികയിൽ ഗ്രന്ഥകാരന്റെ പേര് രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ഫീൽഡ് ടൈപ്പ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ടെക്സ്റ്റ്. അതായത് പേരല്ലടാ, പേര് ടെക്സ്റ്റ് വർക്കാർ. ഇപ്പോൾ ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് ഉപയോഗിക്കാം. നമ്പർ, ഇപ്പോൾ പൈസ അല്ലെങ്കിൽ നമ്പർ അങ്ങനത്തെ റിലേറ്റഡ് വരുമ്പോൾ നമ്മൾ നമ്പർ ഡാറ്റ ടൈപ്പ്. പിന്നെ ചിത്രങ്ങൾ വരുമ്പോൾ ഇമേജ്. ഓക്കെ, ഇവിടെ പേരാണ്, അപ്പോൾ ടെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഡാറ്റാബേസിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ്? ടേബിൾസിലാണ് ഡാറ്റാബേസിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുക. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു PNG ഫയൽ ലഭിക്കുന്നതിന് എക്സ്പോർട്ട് ജാലകത്തിലെ ഏത് സൗകര്യമാണ് ഉപയോഗിക്കേണ്ടത്? ഡ്രോയിങ് സൗകര്യമാണ് ഉപയോഗിക്കേണ്ടത്. ചുവടെ നൽകിയവയിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ്? ext4. അതൊന്ന് കാണാതെ പഠിച്ചോ. ext4 ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്ന ഫയൽ സിസ്റ്റത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? GNU ലിനക്സിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റമാണ് ext4. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റമാണ് NTFS. ഇത് രണ്ടും കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. GNU ലിനക്സ് ext4, മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ NTFS. സിൻഫിക്സ് സ്റ്റുഡിയോയിൽ തയ്യാറാക്കുന്ന ഓരോ ചിത്രത്തെയും വിളിക്കുന്ന പേര് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഒബ്ജക്റ്റ് ആണ് വിളിക്കുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വെബ് പേജുകൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്.
സ്റ്റൈലിനെല്ലാം വേണ്ടിയിട്ടാണ് CSS ഉപയോഗിക്കുക. ഓക്കെ, IP വേർഷൻ 4 32 ബിറ്റ്, IP വേർഷൻ 6 128 ബിറ്റ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാ? ലിബ്രെ ഓഫീസ് റൈറ്റർ. വിൻഡോസ് 10ഉം ആൻഡ്രോയിഡും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, സിൻഫിക് സ്റ്റുഡിയോയിൽ തയ്യാറാക്കിയ ഒരു ചിത്രത്തിന് ആനിമേഷൻ നൽകുന്നതിനായി ചുവടെ നൽകിയിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബട്ടണിൽ പ്രകടമാകുന്ന നിറം മാറ്റം എന്തായിരിക്കും? ചുവപ്പ് നിറം. ഇവിടെ എല്ലാം കാണും, ചുവപ്പ് നിറം. ജാമിതീയ രൂപങ്ങൾ വരയ്ക്കാനുള്ള ഒരു പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാം അതിന്റെ ഔട്ട്പുട്ടും ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. പ്രോഗ്രാമിങ്ങിലെ വിട്ടുപോയ ഭാഗങ്ങൾ, അതായത് നമുക്ക് കളർ കൊടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഉള്ളിൽ മഞ്ഞ, പുറത്ത് ബോർഡറിന് നീല. അപ്പോൾ ബിഗിൻ ഫില്ലും എൻഡ് ഫില്ലും, ബിഗിൻ ഫില്ലും എൻഡ് ഫില്ലും. ഇവിടെ ഉണ്ടോ കളർ ബ്ലൂ യെല്ലോ. ഇങ്ങനെ ഒരു കോഡ് വന്നാൽ പുറത്തത്തെ ബോർഡറിനുള്ള കളർ ആയിരിക്കും ബ്ലൂ, ഉള്ളിൽ എന്താണ് ഫില്ല് അത് യെല്ലോ. അവിടെ അതായിരിക്കും രണ്ടാമത് എഴുതുന്നത്. ഓക്കെ, അടുത്തത് ഡാറ്റാബേസിലെ ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റാബേസ് നോക്കിയിട്ട് എന്താണ് ഉത്തരം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ചുവന്ന ചതുരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. യെസ്, ഒരു ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. ചുവന്ന ചതുരത്തിൽ അടയാളപ്പെടുത്തിയത് റെക്കോർഡിനെ സൂചിപ്പിക്കുന്നു. അല്ല, ഫീൽഡാണ്. പച്ച ചതുരത്തിൽ അടയാളപ്പെടുത്തിയത് ഒരു റെക്കോർഡ്. അതെ, പച്ച റെക്കോർഡ്. റോ ആയിട്ടുള്ള റെക്കോർഡ്, കോളായിട്ടുള്ള ഫീൽഡ്. ഓക്കെ, ഒന്നിലധികം വെബ് പേജുകളിൽ ഉപയോഗിക്കുന്നതിനായി തയ്യാറാക്കിയ കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയ ഫയൽ ചുവടെ കൊടുത്തിട്ടുള്ള ഏത് ഫോർമാറ്റ്? കാസ്കേഡിംഗ് സ്റ്റൈൽ, CSS അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ആ ചുറ്റി പണഞ്ഞ കേബിൾ ഏതാണ്? UTP, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. USB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ്. VGA, വിഷ്വൽ ഗ്രാഫിക്സ് അറേ. www.google.com എന്ന വെബ്സൈറ്റിന്റെ IP വിലാസം കണ്ടെത്താൻ നൽകേണ്ട കമാൻഡ് നിർദ്ദേശിച്ചത് ഹോസ്റ്റ് www.google.com. ഈ ബാങ്കിംഗ് സേവനങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് OTP. OTPയുടെ ഫുൾ ഫോം വൺ ടൈം പാസ്വേഡ്. അത് ആർക്ക് ഷെയർ ചെയ്യരുത്, ചിലപ്പോൾ ഹാക്കാക്കി കൊണ്ടുപോകും. വൺ ടൈം പാസ്വേഡ്. മോഡം എന്ന ഉപകരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്ഥാനം എന്താ? മോഡ് എന്താ? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. ഒരു ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായിട്ടും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലായിട്ട് മാറ്റുന്നതിനുള്ള ഉപകരണമാണ് മോഡം. ശരി, അനലോഗ് ഇങ്ങനെ സൈൻ വേവ് പോലെ. പിന്നെ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ട 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 കട്ട. കാണുന്നുണ്ടോന്ന് അറിയില്ല. സ്വിച്ചിന് പകരമായിട്ടാണ് ഹബ് ഉപയോഗിക്കുക, മോഡത്തിന് പകരമായിട്ടല്ല. ക്വാണ്ടം ജിസ് ഉപയോഗിച്ച് ഒരു ഭൂപടത്തിൽ കിണറുകളുടെ വിവരങ്ങൾ ചേർക്കാൻ ഒരു പുതിയ പാളി നിർമ്മിക്കുന്നതിനുള്ള ജാലകമാണ് തന്നിരിക്കുന്നത്. ഈ ജാലകം തുറക്കുന്നതിനുള്ള പ്രവർത്തന ക്രമം ഏതാ? അതായത് ഓരോ സോഫ്റ്റ്വെയറും ഉപയോഗിക്കാനുള്ള ഒരു ക്രമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാകും. സോ ഇൻവാലിഡ് സിൻഡെക്സ്, ഇവിടെ എവിടെയോ തെറ്റുണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച് 4, ഇവിടെ എന്താ ആ ഒരു രണ്ട് സെമിക്കോളം പോലത്തെ സാധനമില്ല, രണ്ട് കുത്ത്, അതിവിടെ മിസ്സിംഗ്. എന്നാലേ ആ ലൂപ്പ് വർക്ക് ചെയ്യൂ. സിൻഡാക്സും കൂടി പഠിക്കണം. ഇനി ഇമ്പോർട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ വേണം, അതും നോക്കി പഠിക്കണം. അമേരിക്കയിലെ ബെൽ ലബോറട്ടറീസ് എന്ന കമ്പനിയിലെ 2 പേർ ചേർന്നാണ് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്. ആരൊക്കെയാണ്? ഡെന്നിസ് റിച്ചും കെൻ തോംസൺ. അച്ഛന്മാരെ പഠിക്കാൻ പറഞ്ഞിട്ടേ, ഡെന്നിസ് റിച്ചും കെൻ തോംസൺ. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിന്റെ മെനു ബാറിലെ ടൂളിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആക്കിയാൽ 1 സെക്കൻഡ് ഈക്വൽ ടു 60 മിനിറ്റ് എന്ന സ്കെയിൽ ലഭിക്കും. തെറ്റാണ്. പ്രോഗ്രസ് വാല്യൂ 1 ഹവർ ആക്കിയാൽ 1 സെക്കൻഡ് ഈക്വൽ ടു 1 ഹവർ എന്ന സ്കെയിൽ ലഭിക്കും. പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആക്കിയാൽ 1 സെക്കൻഡ് ഈക്വൽ ടു മിനിറ്റ് എന്ന സ്കെയിൽ ലഭിക്കും. ഇത് രണ്ടാണ് ശരി. ക്വാണ്ടം ജിസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ലെയർ ഫയലുകളുടെ പാളികളുടെ എക്സ്റ്റൻഷൻ. പിന്നെ ഓരോന്നിലുള്ള എക്സ്റ്റൻഷനും പഠിക്കണം. അപ്പൊ ഇങ്ക്സ്കേപ്പിലാണ് .svg, ക്വാണ്ടം ലെയറിലാണെങ്കിൽ .shp, അങ്ങനെയുള്ള കുറച്ച് എക്സ്റ്റൻഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി സിൻഫിക്കിലാണെങ്കിലോ SIFZ എക്സ്റ്റൻഷൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫയലുകൾ ഏതൊക്കെ? letter.odt, letter.ott. അതായത് എക്സ്റ്റൻഷൻ നോക്കി പറയുന്നതാ. ഓക്കെ. ഇനി വെബ് പേജ്. പശ്ചാത്തല നിറം എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഹെഡിങ്ങിന്റെ ആണോ അല്ലെങ്കിൽ
ഫുള്ള് ബോഡിയുടെ ആണ്, ബോഡിയുടെയാണ് നോക്കാൻ പറഞ്ഞത്. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച്, ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച്. അടുത്ത പൈത്തണിന്റെ കോഡ്. വൃത്തത്തിന് നിറച്ചിരിക്കുന്നത് ഏത് നിറമായിരിക്കും? അതായത് ഫില്ല് ചെയ്യുന്നത് ബോർഡറിന്റെ അല്ല, ഉള്ളിലത്തെ കളർ. അതേതാ? രണ്ടാമത് കൊടുക്കുന്ന നിറം ഗ്രീൻ. റെഡ് എന്ന് പറയുന്നത് അതിന്റെ ബോർഡർ ആയിരിക്കും. ഇനി HTML കോഡുകൾ കാണുന്നതിന് ചുവടെ കൊടുത്തിട്ടുള്ള ഏത് സങ്കേതം ഉപയോഗിക്കാം? റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ പേജ് സോഴ്സ്. വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ സ്റ്റൈലുകളെ നിർവചിക്കുന്ന കോഡുകളുടെ ആവർത്തനം ഒഴിവാക്കുന്നതിനായി ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ആവർത്തനം ഒഴിവാക്കാനാ ഒരേ സ്റ്റൈലെല്ലാം വന്നാല്. സിൻഫിക് സ്റ്റുഡിയോയിലെ ലെയറുകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ശരിയായ പ്രസ്താവന? പാനലിലുള്ള ലെയറുകളുടെ ക്രമം മാറ്റാൻ സാധിക്കും. പാനലിലുള്ള ലെയറുകളെ ആവശ്യാനുസരണം ഗ്രൂപ്പ് ചെയ്യാനും സാധിക്കും. കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ജാവ. ഇങ്ക്സ്കേപ്പും ജിംബെല്ലാം ബാക്കിയാണ്. ഇപ്പോൾ പൈത്തൺ, ജാവ, SQL അങ്ങനത്തെ സംഭവങ്ങളാണ് കമ്പ്യൂട്ടർ ഭാഷ. ഇതൊക്കെ ആപ്ലിക്കേഷനുകളാണ്. പൈത്തൺ ഗ്രാഫിക്സ് കോഡ് ഉണ്ട്. ഈ പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ എത്ര സമചതുരം? ഇവിടെ 2 ലൂപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കുത്ത് കണ്ട 2 ലൂപ്പാണ് ഉള്ളത്. അപ്പൊ ഉള്ളിലത്തെ ലൂപ്പിൽ ഏത് രൂപം? ഇപ്പൊ 4 എന്ന് കൊടുത്താൽ അത് സമചതുരം. പിന്നെ ഡിഗ്രി നോക്കണം. ഇനി 3 എന്ന് കൊടുത്തിട്ട് ഇവിടെ ഡിഗ്രി എല്ലാം കറക്റ്റാക്കി കൊടുത്താൽ അത് ത്രികോണം. ഇനിയിപ്പോ ഫസ്റ്റത്തെ ലൂപ്പിൽ എത്ര എണ്ണം വേണം? അവിടെ 6. കണ്ട, അങ്ങനെയാണ് നിങ്ങൾ കോഡിനെ നോക്കേണ്ടത്. കോഡെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ 0 തൊട്ടേ എഴുതിയൊന്നും വേണ്ട. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഒന്നും എഴുതൊന്നും വേണ്ട. ജസ്റ്റ് കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഒരു സ്വതന്ത്ര വെക്ടർ ഇമേജ് സോഫ്റ്റ്വെയർ ആണ് ഇങ്ക്സ്കേപ്പ്. സ്വതന്ത്ര വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. സിൻഫിക് സ്റ്റുഡിയോയിലെ ലെയറുകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന. പാനലിലുള്ള ലെയറുകളുടെ ക്രമം മാറ്റാൻ സാധിക്കും. പാനലിലുള്ള ലെയറുകളെ ആവശ്യാനുസരണം ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. മെയിൽ മെർജ് സങ്കേതം ഉള്ളത് ലിബർ ഓഫീസ് റൈറ്ററിലാണ്. മെയിൽ മെർജ് സങ്കേതം ഉള്ളത് ലിബർ ഓഫീസ് റൈറ്റർ. ആർജൻ. ശരിയായ പ്രസ്താവന. കേബിളുകൾക്ക് പകരം റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക. RJ രജിസ്റ്റേർഡ് ജാക്ക്. ഓക്കെ. ഇന്റർനെറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഇമെയിൽ, ബാങ്കിംഗ് തുടങ്ങിയവ പലതരം ഇന്റർനെറ്റ് സേവനങ്ങളാണ്. നമുക്കറിയാവുന്ന തന്നെയാണ്. ഇന്റർനെറ്റിലൂടെ ചെയ്യാവുന്ന കുറ്റകരമായ പ്രവർത്തനങ്ങൾ ശിക്ഷാർഹമാണ്. ഇതിലുള്ളടക്കം ആർക്കും പരിശോധിക്കാനാവില്ല. അത് തെറ്റാണ്. പരിശോധിക്കാനൊക്കെ പറ്റും. പിന്നെ ഇന്റർനെറ്റിൽ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണോ? അല്ല. ഒന്നും ചിലപ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല. ഇന്റർനെറ്റിലെ ഗണനീയ നയങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് IATF ആണ്. അല്ല. അപ്പൊ ഇത് രണ്ടാണ് ശരി. ഇവിടെ എന്താ? ഒപ്പാസിറ്റി കൂടി വരുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. ഗാഢത. അതിന് ഉപയോഗിക്കുന്ന ടൂള് ഗ്രേഡിയൻ ടൂള്. IP വെർഷൻ 6 128, IP വെർഷൻ 4 32 ബിറ്റ്. പൈത്തൺ ഭാഷ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ തയ്യാറാക്കാൻ അവ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന IDE. നമ്മൾ ഏത് IDEയാ ചെയ്യുക? ജീനി. നമുക്ക് ആകെ ഒരു IDE അറിയൂ അല്ലേ? ജീനി. ഒരു വെബ് പേജ് തയ്യാറാക്കുന്നതിന് ലഭിച്ച കാസ്കേഡിംഗ് സ്റ്റൈലുകളാണ് ചിത്രത്തിലുള്ളത്. ഈ സ്റ്റൈലുകൾ ഒരു വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന പശ്ചാത്തല നിറം. പശ്ചാത്തല നിറം ഏതാ? ഓറഞ്ച്. ബോഡിക്ക് ഓറഞ്ച്, തലക്കെട്ടിന് റെഡ്. ലിബർ ഓഫീസ് റൈറ്ററിൽ ലഭ്യമായ ഒരു ശീർഷകത്തിന് വേണ്ട പ്രത്യേകതകൾ ഉൾപ്പെട്ട സ്റ്റൈൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഹെഡിംഗ്. ശീർഷകത്തിന് ഏത് സ്റ്റൈലാണ്? ഹെഡിംഗ്. ലിബർ ഓഫീസ് റൈറ്ററിൽ പാരഗ്രാഫ് വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരു സ്റ്റൈൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. പാരഗ്രാഫിൽ നമ്മൾ എന്താ? ബുള്ളറ്റ്സ്, നമ്പറിംഗ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ കുത്തു കുത്തു കുത്ത്. നമ്പറിംഗ് 1 2 3 4 5 6. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ്. എത്ര വൃത്തങ്ങൾ? 5 വൃത്തം. ഇവിടെ സർക്കിൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. 4 i in range 5 5 വൃത്തങ്ങൾ ഉണ്ടാവും. വെക്ടർ ചിത്രങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നില്ല. അതെ, വലുതാക്കുമ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നില്ല. അതാണ് വെക്ടർ ചിത്രങ്ങൾ. 2 ബിന്ദുക്കൾക്കിടയിലുള്ള നിർവചിക്കപ്പെട്ട പാത ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്നു. ശരിയാണ്. ബിറ്റ് മാപ്പ് ചിത്രങ്ങളല്ല, വെക്ടർ ചിത്രങ്ങളാണ്.
വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു, തെറ്റ്. ഓരോ പിക്സലിന്റെ നിറവും വലുപ്പവും ചിത്രത്തിന്റെ പ്രോഗ്രാമിൽ എഴുതും, തെറ്റ്. ഇത് രണ്ടാണ് ശരി. ലിബ്രെ ഓഫീസ് റൈറ്റർ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നതിനായി ചില പദങ്ങളെ ശീർഷകങ്ങളായി നിർവചിക്കണം. ഇതിന് ഉപയോഗിക്കാവുന്ന സങ്കേതം സ്റ്റൈൽസ്. വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ സ്റ്റൈലുകളെ നിർവചിക്കുന്ന കോഡുകളുടെ ആവർത്തനം ഒഴിവാക്കുന്ന സങ്കേതം CSS. നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ. കുട്ടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഡാറ്റാബേസിൽ ടെക്സ്റ്റ് വാർച്ചർ എന്ന ഫീൽഡ് ടൈപ്പ് ചുവടെ നൽകിയിരിക്കുന്ന ഏതെല്ലാം ഫീൽഡുകൾക്കാണ് അനുയോജ്യമായത്? അതായത് ടെക്സ്റ്റ് എന്തിനാ? പേര്, പേര്, പിന്നെ ബുക്കിന്റെ പേര്, കുട്ടിയുടെ പേര്, പിതാവിന്റെ പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, പേരിനെല്ലാം വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ്. ഇനി അഡ്മിഷൻ നമ്പർ, ആധാർ നമ്പർ, അതിന് വേണ്ടിയിട്ട് നമ്പർ, ജനന തീയതിക്ക് ഡേറ്റ്. ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. കോമൺ സെൻസ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. കമ്പ്യൂട്ടറുകൾക്ക് നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണം ഏതാ? ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച്. ചുവടെ നൽകിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ GNU ലിനക്സ് വിവിധതരങ്ങൾ ഏതൊക്കെ? GNU ലിനക്സ് ഫ്രീ ആണ്. ഉബുണ്ടു, ITH സ്കൂൾ, GNU ലിനക്സ് ഫ്രീ ആയിട്ടുള്ളത്, നമ്മളെ ലാബിൽ ഉപയോഗിക്കുന്നത് തന്നെ. കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന UTP കേബിളുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഒരു UTP കേബിളിൽ 4 ജോഡി എന്ന് പറയുമ്പോൾ 8 കേബിള്. ഓർമ്മിച്ചേക്കണം, 8 കേബിള് 4 ജോഡി. ചിലപ്പോൾ നിങ്ങളോട് 8 ജോഡി എന്നെല്ലാം പറയും, അപ്പൊ കൺഫ്യൂഷൻ വരരുത്. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അപ്പൊ 4 ജോഡി 8 വയർ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കുന്നത് RJ45. ഇനി ടെലിഫോണുമായി ഘടിപ്പിക്കുന്നത് RJ11. ഓക്കെ. ഒരു ജോഡി എന്ന് പറയുമ്പോൾ 2 ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഒരു ചെരുപ്പ് കടയിൽ പോയിട്ട് ഒരു ജോഡി ചെരുപ്പ് എന്നല്ലേ പറയാം, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? അത്രേ ഉള്ളൂ. ഓക്കെ. ചുവടെ തന്നിരിക്കുന്നതിൽ സെർവർ കമ്പ്യൂട്ടറുകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്റർനെറ്റിൽ വെബ്സൈറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളാണിവ. ശരിയാണ്. ഒരു വെബ്സൈറ്റ് തന്നെ പല സെർവറുകളായി ഹോസ്റ്റ് ചെയ്യാനാകും. ഓക്കെ. ഇനി സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഒരു തീയതി ക്രമീകരിച്ച് ദൃശ്യമാക്കിയ സമയമേഖല ഭൂപടമാണ് ചിത്രത്തിൽ കാണുന്നത്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. ക്രമീകരിച്ചിട്ടുള്ള തീയതിയിൽ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാണ്. കണ്ടാൽ തന്നെ അറിയുക, ഇവിടെ എല്ലാം പകലാണ്, ഇവിടെ രാത്രി. ക്രമീകരിച്ചിട്ടുള്ള തീയതി ഒരു സമരാത്ര ദിനമാണ്. അതായത് പകലും രാത്രിയും തുല്യമായാൽ സമരാത്രം. പകുതി പകല് പകുതി രാത്രി. അതായത് 24 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കുക. സാധാരണ 23 മണിക്കൂർ 56 മിനിറ്റ് പിന്നെ എത്ര സെക്കൻഡാണ്. പക്ഷെ നമ്മൾ 24 മണിക്കൂർ നോക്കും. 12 മണിക്കൂർ പകല്, 12 മണിക്കൂർ രാത്രി. കണ്ടാലങ്ങനെ തോന്നില്ല ചിത്രം. QGIS സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ഒരു ഭൂപടത്തെ ചിത്ര ഫയലുകളാക്കുന്നതിനുള്ള സങ്കേതം ഏതാണ്? എക്സ്പോർട്ട് ആസ് ഇമേജ്. ഒരു ചിത്രമാക്കാൻ എക്സ്പോർട്ട് ആസ് ഇമേജ്. ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് കൊണ്ടുവരാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാൻ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ഒബ്ജക്റ്റിനെ ബ്ലർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത് ഏതൊക്കെ ജാലകങ്ങളിലാണ്? ഫിൽ ആൻഡ് സ്ട്രോക്കും ഒബ്ജക്ട്സും. സോ ഓൾമോസ്റ്റ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആരൊന്നും പേടിക്കാനൊന്നുമില്ല, ടെൻഷൻ അടിക്കാനില്ല. A+ കിട്ടും. A+ തന്നെ കിട്ടണമെന്നില്ല. നമ്മളെ മാക്സിമം നമ്മൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക. അതായത് ലാസ്റ്റ് ഒരു റിഗ്രറ്റ് വന്നൂടാ, അയ്യോ എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടുമായിരുന്നു, കുറച്ചും കൂടി പഠിക്കുമായിരുന്നു, അങ്ങനെ ഒരു റിഗ്രറ്റ് വന്നൂടാ. നമ്മളെ കൊണ്ടാകുന്നതിന് മാക്സിമം നമ്മൾ പഠിച്ചിട്ട് പോവാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.